Hello guys, it's me your sister and welcome back to another wonderful topic. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ് ഇന്ന് നമ്മളിൽ പലരും. ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാതെ ഒളിച്ചോടുന്നു. സന്തോഷവും സംതൃപ്തിയും നേടാനായി എപ്പോഴും നമുക്ക് ചുറ്റും ആളുകൾ വേണമെന്ന് മിക്ക ആൾക്കാരും വിശ്വസിക്കുന്ന ഈ കാലത്ത് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്, ദി പവർ ടു ബി ലോൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒറ്റയ്ക്ക് പൊരുതാനുള്ളവർക്കുള്ളതാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദി പവർ ടു ബി ലോൺ അങ്ങനെ പറഞ്ഞാൽ ഏകാന്തത അനുഭവിക്കുക എന്നല്ല, മറിച്ച് അത് നമ്മളുടെ ഇന്നർ പീസിനും നമ്മളുടെ സെൽഫ് ഡിസ്കവറിക്കും വളർച്ചയ്ക്കുമൊക്കെ മുന്നോട്ടുള്ള ഒരു പാതയാണ്. ഐ ചാലഞ്ച് യു ടു ബി ലോൺ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഒറ്റയ്ക്കിരിക്കാനായിട്ട്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ നേരിടാൻ ധൈര്യമുണ്ടോ? ദെൻ യു ക്യാൻ സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറാൻ, വിജയിക്കാൻ ആദ്യം വേണ്ടത് ധൈര്യമാണ്. എന്തും നേരിടാൻ, എന്തു വെല്ലുവിളികളെയും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം. ഒറ്റയ്ക്ക് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒറ്റയ്ക്ക് നിങ്ങൾ മുഴുവൻ ടൈം ഇരിക്കണമെന്നോ ഒറ്റയ്ക്ക് താമസിക്കണമോ എന്നല്ല. നിങ്ങളുടെ ഐഡിയാസ്, തോട്ട്സ്, ഡിസിഷൻ ഇതൊന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എപ്പോഴും അംഗീകരിച്ച് തരണമെന്നില്ല. നിങ്ങൾ 100% സക്സസ് ആകുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഡ്രീമില്ലേ, ജീവിതത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന ആ ഒരു കാര്യത്തിൽ മറ്റുള്ളവർ ഡൗട്ട്ഫുൾ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ശ്രമിക്കും. അത്തരം സാഹചര്യങ്ങളിൽ ഫേസ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്, തളരാതെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങൾ, വീഴ്ചകൾ ചുറ്റുമുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഫേസ് ചെയ്യുന്ന അതേ തീവ്രതയിലാണ് മറ്റുള്ളവർ ആ പ്രശ്നത്തെ കാണുന്നതെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ ദെൻ യു ആർ എ റോങ് മൈ ഫ്രണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള ആരും തന്നെ നിങ്ങളെയോ നിങ്ങളുടെ പ്രശ്നങ്ങളെയോ നിങ്ങൾ ചിന്തിക്കുന്ന അത്രയൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ബിക്കോസ് എവരി വൺ എറൗണ്ട് യു ആർ ബിസി ദെയർ ഓൺ പ്രയോറിറ്റീസ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരണമെന്നും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും നിങ്ങളുടെ പരിശ്രമങ്ങളിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒറ്റയ്ക്ക് വളരാൻ, ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശംസയോ സപ്പോർട്ടോ ഇല്ലാതെ മുന്നോട്ട് പോകാൻ എന്ന് ധൈര്യം കാണിക്കുന്നുവോ അന്ന് നിങ്ങൾ വിജയിച്ചു തുടങ്ങും. കണ്ടിട്ടില്ലേ, ഒറ്റയ്ക്ക് പറക്കുന്ന പക്ഷികളുടെ ചിറകൾക്ക് ബലം കുറച്ച് കൂടുതലാണ്. കാരണം അതിനെ താങ്ങി നിർത്താനായിട്ട്, മുന്നോട്ട് നയിക്കാനായിട്ട്, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അത് ആശ്രയിക്കുന്നത് സ്വന്തം ചിറകുകളെയാണ്. Be strong enough to fight alone and wise enough to wait for your turn. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ആരൊക്കെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യും? സ്റ്റോപ്പ് ദാറ്റ് തോട്ട്. എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഉണ്ടാകില്ല. ബി എ ലോണർ ദാറ്റ് ഗിവ്സ് യു ടൈം ടു വണ്ടർ, ടു സെർച്ച് ഫോർ ദി ട്രൂത്ത്. ഹാവ് ഹോളി ക്യൂരിയസ്ലി മേക്ക് യുവർ ലൈഫ് വർത്ത് ലിവിങ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. നമ്മളെക്കുറിച്ചും നമ്മളുടെ ചുറ്റുമുള്ളവരെക്കുറിച്ചും നമ്മൾക്ക് ഏറ്റവും അധികം മനസ്സിലാക്കാൻ സാധിക്കുക തനിച്ചാവുമ്പോഴാണ്. നമുക്ക് പുതിയ ഐഡിയാസ് കിട്ടുന്നതും ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതും നല്ല നല്ല തോട്ട്സ് ഉണ്ടാകുന്നതും ഇതെല്ലാം ഒറ്റയ്ക്കാവുമ്പോഴാണ്. ചിലപ്പോൾ ഈ ലോൺലെസ് നമ്മൾ സ്വയം ചൂസ് ചെയ്യേണ്ടതായി വരും. മറ്റു ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിൽ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് ബി സ്ട്രോങ് എനഫ് ടു ബി എലോൺ. ഹാവ് ദി ഡെയർ ടു ബി എലോൺ. എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകാമെന്ന് കരുതരുത്. കാരണം അങ്ങനെ പോകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് മാത്രമല്ല, അത് എക്സ്പെക്റ്റ് ചെയ്ത് അത് ഓർത്ത് പിന്നീട് നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, നിരാശപ്പെടേണ്ടി വരും. Always standing alone is better than being around people who don't value you, who don't value your dreams, who don't value your thoughts, who don't value your feelings. നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എപ്പോഴും നമുക്ക് മാത്രമാകാം ടഫായിട്ട് തോന്നുക. മറ്റുള്ളവർക്ക് അത് വെറും ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാകാം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എക്സ്പെക്റ്റിംഗ്. ബി റെഡി. Be brave enough to fight your own that is alone. And most importantly, be empathetic to them. മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതി ഒഴിവാക്കുക. നമ്മളുടെ ജീവിത വിജയത്തിന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പൊരുതണം.
ആൻഡ് ബി ബ്രേവ് ടു ബി അലോൺ. ആത്മവിശ്വാസമില്ലാതെ മറ്റുള്ളവരുടെ സപ്പോർട്ടാൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് ചിന്തിക്കുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.